വെൽക്കം ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നതും വളരെയധികം ഭംഗിയുള്ളൊരു വീടിൻ്റെ കാഴ്ചകളുമായിട്ടാണ്. ഇത് കൊല്ലം ജില്ലയിൽ പരൂർ നെടുങ്കോലം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വീടിൻ്റെ ഓണേഴ്സായ അതായത് ഗോപാലകൃഷ്ണൻ നമിത ദമ്പതികളുടേതാണ് ഈ ഒരു വീട്. സാറും ഫാമിലിയും മക്കളൊക്കെ പുറത്ത് അമേരിക്കയിലാണ്. ഈ ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷൻ സമയത്തോ ഹൗസ് വാമിംഗ് സമയത്തോ അവരൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവരുടെ അസാന്നിധ്യത്തിൽ തന്നെ വളരെ ഭംഗിയായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് RP ബിൽഡേഴ്സാണ്. അപ്പോൾ നമുക്കതൊക്കെ കാണാം. വളരെ ഭംഗിയായിട്ട് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ഒരുക്കിയിരിക്കുന്ന ഒരു വീടാണ്. ലിഫ്റ്റും ഹോം തിയേറ്ററും ഒക്കെ വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടൊരു ദൃശ്യവിരുന്നായിരിക്കും. നിങ്ങൾക്ക് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും കുറേ ടിപ്സ് എങ്കിലും ഈ വീട്ടിൽ നിന്നുണ്ടാവും. അപ്പോൾ വീണ്ടും എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ആ ചാനൽ. 4000 സ്ക്വയർ ഫീറ്റിൽ 15 സെൻറ്റ് പ്ലോട്ടിലാണ് കേട്ടോ ഈ ഒരു വീട് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പ്ലോട്ട് ഫുള്ളെന്ന് പറയുന്നത് 15 സെൻറ്റ് അല്ല, വീട് നിൽക്കുന്ന പ്ലോട്ടാണ് കേട്ടോ 15 സെൻറ്റ് ഉള്ളത്. ടോട്ടലായിട്ട് 24 സെൻറ്റ് ഉണ്ട്. അതിൽ 15 സെൻറ്റ് പ്ലോട്ടിലാണ് ഈ ഒരു വീടും നമ്മുടെ ലാൻഡ്സ്കേപ്പിങ്ങും ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ കോമ്പൗണ്ട് വാൾ. സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട്. മനോഹരമായൊരു ഗേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഭംഗിയായിട്ട് തന്നെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ട്. സൈഡ്സിലായിട്ട് പ്ലാന്റ്സ് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. കിണർ തന്നെ ചെയ്തിരിക്കുന്ന വളരെ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു. നമുക്ക് ഫ്രണ്ടിലായിട്ടൊരു ബുദ്ധ സ്റ്റാച്ചു ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ ഉള്ളിലെ വിശേഷങ്ങളിലോട്ട് പോകാം. ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്ത ആ ഒരു ടീമിനെ കൂടി ഒന്ന് പരിചയപ്പെടാം. എൻ്റെ ലാസ്റ്റ് കഴക്കൂട്ടത്തിൽ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇന്ത്യ വർക്കെല്ലാം കണ്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ വീട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സാറും ചേച്ചിയും ഒന്നും ഇല്ല, അവര് അമേരിക്കയിൽ സെറ്റിൽഡ് ആണ്. നമ്മുടെ ഈ ഒരു ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവരില്ല. ഇല്ല അവരില്ല, എല്ലാം ഫോൺ ത്രൂ ആണ്, എല്ലാം ഓൺലൈൻ ത്രൂ. അതെ. അവരുടെ ഒരു പ്രസൻസും ഇല്ലായിരുന്നു. പുള്ളിയുടെ അനിയൻ ബിജു എന്ന് പറയുന്ന, പിന്നെ സന്തോഷ് പുള്ളിയായിരുന്നു സൂപ്പർവിഷനെല്ലാം. അവരുടെല്ലാം അതെ മേൽനോട്ടെല്ലാം അവരുടെ ആയിരുന്നു. ചേച്ചിയായിട്ട് സംസാരിച്ചപ്പോഴും പറഞ്ഞിരുന്നത് അത്രയും വിശ്വാസത്തോടെ ഏൽപ്പിച്ചു, അതിലും ഭംഗിയായിട്ട് റിസൾട്ട് തന്നു എന്നായിരുന്നു. അങ്ങനെ അവർ നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നല്ലേ? എല്ലാവരും നല്ല അഭിപ്രായം. ഇത് 75th പ്രോജക്റ്റ് ആണ്. അതെ. നമുക്ക് വീടിൻ്റെ ബാക്ക് സൈഡ് കൂടി ഒന്ന് കാണാം. ഇവിടെ ബാക്കിലായിട്ടൊരു കിച്ചൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ഔട്ട് സൈഡ് കിച്ചണായിട്ട് ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് കിച്ചണായിട്ട്. അവിടെ വിറകടുപ്പും കാര്യങ്ങളും വരുന്നുണ്ട്, കണ്ടോ. പിന്നെ അതിനോട് ചേർന്ന് ഒരു തുണി കഴുകുന്ന കല്ല് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ പിന്നെ എന്താ പറയുക, ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന റീൽസാണ് ഇങ്ങനെയുള്ള കല്ലുകളുടേത്. അപ്പോൾ അതെല്ലാവരും ഒരുവിധം കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ ബാക്ക് സൈഡ്. നമ്മുടെ ഈ ഒരു ലിവിങ് ഹാളിൽ നിന്നും ബാക്കിലോട്ട് വരാം, കിച്ചണിൽ നിന്നും നമുക്ക് ബാക്കിലോട്ട് ഇറങ്ങാം. പിന്നെ നമ്മുടെ വീടിൻ്റെ ഒരു നൈറ്റ് വ്യൂ ആണിത്. ഇതാണ് കേട്ടോ ഇവിടുത്തെ സിറ്റ് ഔട്ട് പോർഷൻ. ഡോറും വിൻഡോസും ഒക്കെ തന്നെ ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റ് ഔട്ടാണ്. സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അകത്തെ കാഴ്ചകളിലോട്ട് പോകാം. അപ്പോൾ നമ്മളിതാ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. വിശാലമായ ഹാളാണ്. നമ്മുടെ ഈ ഒരു ഫസ്റ്റ് എൻട്രൻസ് മുതൽ ആ ഒരു ബാക്ക് ഡോറ് വരെ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ്. സൈഡ്സിലായിട്ടാണ് കേട്ടോ നമ്മുടെ ലിവിങ് ഡൈനിങ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടീഷൻസ് കൊടുത്തുകൊണ്ടാണ് ഓരോ റൂമും സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മുടെ ഫോമൽ ലിവിങ് ആണ്, ഒരു ചെറിയ ഫോമൽ ലിവിങ് ഏരിയ ആണ് ആദ്യം സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുമ്പോൾ ഇവിടെ ഒരു ഫാമിലി ലിവിങ് വരുന്നുണ്ട്, ഒരു നമ്മുടെ TV യൂണിറ്റ് ഒക്കെ വന്നിട്ട്. പിന്നെ നമ്മുടെ ഡൈനിങ് വരുന്നുണ്ട്, കിച്ചൺ വരുന്നുണ്ട്. ഈ സൈഡിലായിട്ട് ബെഡ്റൂംസും ലിഫ്റ്റുമാണ് വരുന്നത്. പിന്നെ നമ്മുടെ ആ ഒരു ലാസ്റ്റ് പോർഷനിലായിട്ട് നമുക്ക് പിന്നെയും ഒരു പ്രൈവറ്റ് ഫാമിലി ഏരിയ ആണ് വരുന്നത്. അപ്പം നമുക്കിതെല്ലാം കാണാം. വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. ഏറ്റവും അട്രാക്റ്റീവായിട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സീലിംഗിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു ജിപ്സം വർക്ക്, ആ കൊടുത്തിരിക്കുന്ന പ്രൊഫൈൽ ലൈറ്റ്സ്, ലീനിയർ ലൈറ്റ്സ് ഒക്കെ വളരെ അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത് കജാരിയയുടെ വിട്രിഫൈഡ് ടൈൽസ് ആണ്. അപ്പോൾ നമുക്കെല്ലാം വിശദമായിട്ട് കാണാം.
അപ്പോൾ ഇതാണ് നമ്മുടെ ഫോമൽ ലിവിങ് ഏരിയ. നല്ലൊരു ലിവിങ് ഏരിയ ആണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. മുകളിലായിട്ട് നല്ല ഭംഗിയിൽ തന്നെ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു കോർണർ സോഫയൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് ഇവിടെ ഇങ്ങനൊരു ഗ്ലാസും ഒരു സ്റ്റോറേജും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ വിളക്ക് വെക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കേട്ടോ അത് ചെയ്തിരിക്കുന്നത്. ബാക്കിലായിട്ട് ഇങ്ങനെ വാൾപേപ്പറും ലൂവേഴ്സും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതായിട്ട് തോന്നും, പക്ഷേ ഇവിടെ ഇടയ്ക്ക് വോൾ വന്നിരിക്കുകയാണ്. വീണ്ടും ഇവിടെ പാർട്ടീഷൻ കൊടുത്തിരിക്കുകയാണ്. ഇതെല്ലാം മറൈൻ പ്ലൈഡ് തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് മൈക്ക ലാമിനേറ്റ് ചെയ്തിരിക്കുന്നു. താഴെ ഇങ്ങനെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ധാരാളം പാർട്ടീഷൻ യൂണിറ്റ്സ് ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഈ ഒരു പോർഷനിലായിട്ട് വരുന്നത് നമ്മുടെ ഒരു ഫാമിലി ലിവിങ് ആണ്. TV യൂണിറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ചെറിയ ഫാമിലി ഏരിയ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. വീണ്ടും ഒരു പാർട്ടീഷൻ യൂണിറ്റ് വന്നുകൊണ്ട് തന്നെ നമ്മുടെ ഡൈനിങ്ങിലോട്ട് വരികയാണ്. നല്ലൊരു ഡൈനിങ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. നല്ലൊരു ഡൈനിങ് ടേബിളും ചെയർസും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോർണർ പോർഷനിലായിട്ടാണ് ഇവിടുത്തെ വാഷ് ബേസിൻ വരുന്നത്. വാഷ് ബേസിൻ്റെ യൂണിറ്റ് വരുന്നത് ഈ ഒരു കോർണർ പോർഷനിലാണ്. നല്ലൊരു മിററൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് തന്നെ നമുക്ക് നമ്മുടെ കിച്ചണിലോട്ട് ഉള്ളൊരു ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഫുഡൊക്കെ സെർവ് ചെയ്യാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് വലിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഡൈനിങ്ങിലോട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്ന രീതിയിൽ നല്ല രസമായിട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് ലൂവേഴ്സ് കൊടുത്തിരിക്കുന്നു. നല്ല 2 കൗണ്ടർ ചെയർസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൈറ്റ്സും നല്ല ഭംഗിയായിട്ടുണ്ട്. നമുക്കിത് അപ്പുറത്തെ സൈഡിൽ കൂടെ നമ്മുടെ കിച്ചണിലോട്ട് കയറാം. വീണ്ടും ഒരു പാർട്ടീഷൻ വന്നിട്ടാണ് നമ്മുടെ കിച്ചണിലോട്ട് വരുന്നത്. കിച്ചനും വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു. കിച്ചണിലെയും കബോർഡ്സ് എല്ലാം ഷട്ടേഴ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലൈ 710 ഗ്രേഡിലാണ്. ഇവിടെ ഫ്ലോറിൽ മാറ്റ് ഫിനിഷ് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കജേരയുടെ തന്നെ മാറ്റ് ഫിനിഷ് ടൈൽസ് ആണ് വരുന്നത്. ഇതാണ് ഇവിടുത്തെ മനോഹരമായ കിച്ചൺ നല്ലൊരു കളർ കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കിച്ചൺ നമ്മുടെ ഇൻറ്റീരിയേഴ്സ്, അതായത് നമ്മുടെ വാർഡ്രോബ്സ് കാര്യങ്ങൾ, സ്റ്റോറേജ്, കിച്ചൺ, അങ്ങനെ ഈ ഒരു ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ കൂടി ഇൻറ്റീരിയേഴ്സിനായിട്ടുള്ളത് 13 lakhs ആണ്. ഇനി ഇത് കൂടാതെ ഇവിടെ ഒരു വർക്കിംഗ് കിച്ചൺ കൂടി വരുന്നുണ്ട്. അവിടെയാണ് കേട്ടോ ഹുഡ് ആൻഡ് ഹോബൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്ന വാതിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ വർക്കിംഗ് കിച്ചണിലാണ്. ഇത് കൂടാതെ നമ്മുടെ ഇവിടുത്തെ ഒരു പ്രൈവറ്റ് ഫാമിലി ഏരിയ ഉണ്ട്. അവിടെ നിന്നും നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റോറേജ് ഈ ഒരു കിച്ചണിലും കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഒരു ഔട്ട്സൈഡ് കിച്ചൺ കൂടി ഈ ഒരു വീടിന് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഒരു കുഞ്ഞ് സ്പേസ് ആണ്. ഇതും ഒരു പ്രൈവറ്റ് ഫാമിലി സ്പേസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇവിടെ നിന്ന് നമ്മൾ നേരെ നമ്മുടെ ഡോർ തുറന്നാൽ വെളിയിലോട്ടാണ് ഇറങ്ങുന്നത്. ഫസ്റ്റ് നമ്മുടെ ആ ഒരു മെയിൻ ഡോറും ഈ ഒരു ഡോറും നേരെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ ബാക്ക് സൈഡാണ്. അവിടെ ഒരു ചെറിയ കിച്ചണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തുണി കഴുകുന്ന കല്ലൊക്കെ ഉണ്ട്. അത് നല്ല ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡിങ് കല്ലൊക്കെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ സ്പേഷ്യസ് ആണ് ബാക്ക് സൈഡും കാണാനായിട്ട്. ഇതാണ് കേട്ടോ ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. 150 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത്.
വളരെ ഭംഗിയായിട്ടാണ് കേട്ടോ എല്ലാ റൂംസിൻ്റെയും ഇൻറ്റീരിയേഴ്സ് ചെയ്തിരിക്കുന്നത്. നിറയെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാർഡ്രോബ്സ് തന്നെ കണ്ടില്ലേ, നല്ല രീതിയിൽ സ്പേസ് ഉള്ള വാർഡ്രോബ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ വാർഡ്രോബ്സിനിടയ്ക്കുള്ള വിൻഡോ, ആ ഒരു ഭാഗത്തായിട്ട് ബേ വിൻഡോ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ ഇവിടെ നമ്മുടെ ബാത്റൂമിനോട് ചേർന്നും ഒരു ഡ്രസ്സിങ് ഏരിയ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ എലമെൻ്റ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു ലിഫ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് അച്ഛനും അമ്മയ്ക്കും ഒക്കെ കുറച്ച് നാളാകുമ്പോൾ മുകളിലോട്ടൊക്കെ കയറാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഒക്കെ ആലോചിച്ചിട്ടാണ് ഈ ഒരു ലിഫ്റ്റ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു താഴെ ഗ്രൗണ്ട് ഫ്ലോർ മുതൽ നമ്മുടെ ഏറ്റവും മുകളിൽ ഇവിടെ സോളാർ പാനൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ വരെ നമുക്ക് ലിഫ്റ്റിൻ്റെ ഈ ഒരു സർവീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ലിഫ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഏകദേശം ഒരു 4 പേർക്ക് അറ്റ് എ ടൈം 4 പേർക്ക് ഈ ഒരു ലിഫ്റ്റിൽ നിന്ന് പോകാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽ വന്നിരിക്കുന്നത് സ്റ്റീലും ഗ്ലാസ്സുമാണ്. സ്റ്റെപ്സൊക്കെ ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്സിൻ്റെ താഴെയായിട്ടൊക്കെ സെൻസർ ലൈറ്റ്സ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു സ്റ്റെയറിൻ്റെ താഴത്തെ പോർഷനിലായിട്ട് ഇവിടെ അത്യാവശ്യം സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടൊരു കോമൺ ബാത്റൂം കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മുകളിലേക്ക് കയറാം. ഇവിടെ സ്റ്റെപ്സിന് താഴെയായിട്ടൊക്കെ സെൻസർ ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ സ്റ്റെയർ കയറി വരുന്ന ഒരു ലാൻഡിങ് പോർഷനിലാണ് ഇവിടെ ഭംഗിയായിട്ടൊരു ബേ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്ലൈഡിങ് ഡോർസ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പുറമെ സ്ക്വയർ ട്യൂബ്സിൽ വുഡിൻ്റെ പെയിൻറ് കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുകയാണ്. ഈ ഒരു ഭാഗം ഒട്ടും തന്നെ വേസ്റ്റ് ചെയ്യാതെ നല്ലൊരു ഐഡിയ ആണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത്. ബേ വിൻഡോ എന്ന് മാത്രമല്ല, ഒരാൾക്ക് കിടക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് വിൻഡോസൊക്കെ തുറന്നിട്ട് കാറ്റ് കൊണ്ട് കിടക്കാൻ പറ്റുന്ന രീതിയിൽ, കിടന്ന് റീഡ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്നിരിക്കുകയാണ്. വരുമ്പോൾ തന്നെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു പാർട്ടീഷൻ വർക്കാണ്. ഇത് ഫുൾ ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലൈയിലാണ്. നല്ല ഭംഗിയായിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പാർട്ടീഷൻ വർക്ക് ഇങ്ങനെ കർവ് ചെയ്ത് വരികയാണ്. ഇത്രയും ഭാഗത്ത് ഈ ഒരു ഭാഗത്തായിട്ടൊരു ലിവിങ് ഏരിയ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ അത് നോക്കുകയാണെങ്കിലും നമ്മുടെ ഈ ഒരു പാർട്ടീഷനോട് ചേർന്നിട്ട് നല്ല സീറ്റിംഗ് സ്പേസും സ്റ്റോറേജും കൊടുത്തിരിക്കുന്നു. കൂടാതെ ഇവിടെ നമുക്കൊരു കോർണർ സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ടൊക്കെ തന്നെ സീലിംഗ് വർക്ക് ചെയ്തിരിക്കുകയാണ്. ജിപ്സം സീലിംഗ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഈ ഒരു ഏരിയ എന്നാൽ ഫുൾ കവർ ചെയ്യാത്ത രീതിയിൽ വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പാർട്ടീഷൻ ഇങ്ങനെ കർവ് ചെയ്ത് വന്ന് ഇവിടെ ഇങ്ങനെ എൻഡ് ചെയ്യുന്നുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് ഭംഗിയുള്ളൊരു പൂജാ റൂമാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡോർ ചെയ്തിരിക്കുന്നത് പ്ലാവിലാണ്. CNC കട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്.
ഉള്ളിലെ ഇൻറ്റീരിയേഴ്സും വളരെ ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പൂജാ റൂമാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു നടുക്ക് ഓം ചെയ്തിരിക്കുന്നതും CNC കട്ടിംഗ് വർക്കിലാണ്. ഇവിടെയും 2 ബെഡ്റൂംസ് വരുന്നുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ഈ ഒരു ലിഫ്റ്റ് കയറി വന്ന് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു പോർഷനിലായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു അയണിങ് ടേബിളാണ് കേട്ടോ. ഫോൾഡബിൾ ആയിട്ടുള്ള അയണിങ് ടേബിൾ, മുകളിൽ സ്റ്റോറേജും കൊടുത്തിരിക്കുന്നു. ഇതാണ് നമ്മുടെ തിയേറ്റർ റൂം. അപ്പം നമുക്കത് കാണാം. ഇതാണ് ഇവിടുത്തെ തിയേറ്റർ. വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ കൗച്ച് വരുന്നുണ്ട്, അതുപോലെ നമുക്ക് ബെഡ് പോലെ വന്നിട്ടുണ്ട്. മുകളിലായിട്ട് സീലിംഗ് വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്റ്റാർസിൻ്റെ ആ ഒരു ഇതിൽ ആണ് മുകളിലത്തെ സീലിംഗ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ തിയേറ്ററിൻ്റെ സീറ്റിംഗ് പറയുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട്, അതുപോലെ നല്ല കംഫർട്ടബിളായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കൗച്ചായാലും അതുപോലെ ബെഡായാലും ഒക്കെ തന്നെ വളരെ എന്താ പറയുക, ഒരുപാട് പേർക്ക് ഒരേ ടൈമിൽ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. വിശാലമായൊരു തിയേറ്ററാണ്. അതുപോലെ സീലിംഗിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ, നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു ആംബിയൻസ് കിട്ടുന്നത്. നമ്മളിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ലൈറ്റ്സ് ഒക്കെ ഇട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ സ്പെസിഫിക്കേഷനും ഞാൻ പറയാം. നല്ല ഭംഗിയായിട്ട് ഫുൾ അടിപൊളി സെറ്റപ്പിലാണ് കേട്ടോ ഈ ഒരു തിയേറ്റർ ചെയ്തിരിക്കുന്നത്. സിനി ഗാലക്സി കൊച്ചിയാണ് കേട്ടോ ഈ ഒരു തിയേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത്. 4K ആണ്, 5.2.2 കോൺഫിഗറേഷനിലാണ് കേട്ടോ ഈ ഒരു തിയേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങനൊരു എന്താ പറയുക, ചാവടി പോലെ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. നീളത്തിൽ ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ മുകളിലത്തെ ബെഡ്റൂമാണിത്. ഇവിടെയും താഴെ കണ്ട റൂമിൻ്റെ അതേ സൈസിൽ തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഏറ്റവും അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ധാരാളം സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അതിന് ആ ഒരു നടുവിലായിട്ട് വിൻഡോ വരുന്നതുകൊണ്ട് തന്നെ അവിടെ നല്ലൊരു ബേ വിൻഡോ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ റൂംസിലും ഇവിടെ ബേ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ ബാത്റൂം സൈഡിലായിട്ടും അവിടെ നമ്മുടെ ഡ്രസ്സിങ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റൂമിൽ ചെയ്തിരിക്കുന്ന ബേ വിൻഡോ നോക്കിയാൽ നല്ല വീതിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. സുഖമായിട്ട് ഒരാൾക്ക് കിടക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഒരാൾക്ക് എന്ന് വെച്ചാൽ നല്ല നീളമുള്ള ആൾക്കല്ല, കുട്ടികൾക്കൊക്കെ കിടക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല വീതിയിലാണ് കേട്ടോ ഈ ഒരു ബേ വിൻഡോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു ബാൽക്കണി പോർഷനാണ്. അതും നീളത്തിലാണ് വന്നിരിക്കുന്നത്. ഭംഗിയായിട്ട് സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ആ ഒരു വെളിയിലോട്ടുള്ള വ്യൂ കണ്ടില്ലേ. പിന്നെ ഏറ്റവും മുകളിലായിട്ട് സോളാർ പാനൽസ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതും കൂടി കാണാവേ.
പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഇവിടുത്തെ അതായത് ഇവിടുത്തെ ഇതിൻ്റെ ഓണേഴ്സൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ അവരുടെ ഫാമിലി, നമ്മുടെ ചേച്ചിയുടെ ഫാമിലി മെമ്പേഴ്സും പിന്നെ ഇവിടുത്തെ സാറിൻ്റെ ബ്രദറും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവരോടൊക്കെ തന്നെ ഈ ഒരു വർക്കിനെ കുറിച്ചൊക്കെ ചോദിക്കാം. അപ്പോൾ നിലവിൽ വർക്ക് നടന്നുകൊണ്ടിരുന്നപ്പോൾ സാറും നന്ദി ചേച്ചി ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞ് മെയിനായിട്ട് നോക്കിയത് സന്തോഷ് സാറും അതുപോലെ ബിജു സാറ് ആയിരുന്നു എന്നുള്ളത്. നിങ്ങൾക്ക് എന്തായിരുന്നു ഈ ഒരു പിന്നെ ആർപി ബിൽഡേഴ്സിനെ കുറിച്ചും രാഹുലിൻ്റെ വർക്കിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്? വളരെ നല്ല അഭിപ്രായമാണ്. വളരെ നന്നായിട്ട് പുള്ളി ചെയ്തു. വളരെ എല്ലാവരും ഹാപ്പിയാണ്. മൈനസായിട്ട് ഒന്നും പറയാനില്ല. വളരെ ഭംഗിയായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചതിലും കുറച്ചും കൂടെ ഒരു സ്റ്റെപ്പ് കൂടെ മുന്നിൽ പുള്ളി ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാത്തിനും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളെ കിട്ടിയത് കൊണ്ട് നമുക്ക് നമ്മളെ കുടുംബത്തിലെ ഒരാളാണ്. അതുകൊണ്ട് മറ്റൊന്നും പറയാനുള്ള ഇതില്ല. ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. രാഹുൽ നല്ല ആത്മാർത്ഥമായിട്ടാണ് എല്ലാം. പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല അഭിപ്രായം തന്നെ. അവരൊരു ഡ്രീമാണ് രാഹുലിലൂടെ സാധിച്ചത്. നമ്മൾ പ്രതീക്ഷിച്ചതിൽ അപ്പുറമാണ് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയത്. വളരെ പെട്ടെന്ന് തന്നെ ഉദ്ദേശിച്ച സമയത്ത് തന്നെ പാലാച്ചൽ ചടങ്ങുകൾ താമസിക്കാനും പറ്റി. വളരെ നന്ദിയുണ്ട്. അദ്ദേഹത്തിൻ്റെ 75ാമത്തെ വർക്കാണത്. അഭിപ്രായങ്ങൾ വീടിൻ്റെ എല്ലാം കണ്ടിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് 10 പേരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഫംഗ്ഷൻ പോലെ ലക്കി ഡ്രോപ്പിൻ്റെ ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു. 10 പേർക്ക് സമ്മാനം ഉണ്ടായിരുന്നു. സന്തോഷമായിരിക്കും, കാരണം അവർക്ക് ഇതുവരെ നേരിട്ട് വന്ന് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് തന്നെ വളരെ ഭംഗിയായിട്ട് ഈ ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. അപ്പോൾ എല്ലാവരും ഈ വീടും വീഡിയോ ഒക്കെ കണ്ടില്ലേ? നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചും ഈ വീടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീട് പണി നടക്കുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.